Hi all. Our next topic is materials and sales management. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ് എന്നിവയാണ്. ഇതിലെ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിലെ മെറ്റീരിയൽസ് മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ ടോപ്പിക്കായി പഠിക്കാനുള്ളത്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. റോ മെറ്റീരിയൽസ്, കമ്പോണൻസ്, സ്പെയർസ്, പാക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. Materials have to be regularly purchased, stored and released for production. ഈ പറയുന്ന മെറ്റീരിയൽസ് നിരന്തരമായി പർച്ചേസ് ചെയ്യുകയും അതോടൊപ്പം അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും പ്രൊഡക്ഷന് ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുകയും വേണം. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ ഓഫ് പ്ലാനിംഗ്, സോഴ്സിംഗ്, പർച്ചേസിംഗ്, മൂവിംഗ്, സ്റ്റോറിംഗ് ആൻഡ് കൺട്രോളിംഗ് മെറ്റീരിയൽസ്. ഈ പറഞ്ഞ പോയിന്റുകളാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ മെറ്റീരിയൽസ് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെ അഡ്വേഴ്സ് ആയി ബാധിക്കുന്നു. സോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ പ്ലാനിംഗ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിനെയാണ് മെറ്റീരിയൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്രൊക്യൂർമെൻറ്റ് ഓർ പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അതുപോലെ അത് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് റിസീവ് ചെയ്തിട്ട് അത് വെയർ ഹൗസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്റ്റോർ ചെയ്തു വെക്കുന്നതിനെയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. സ്റ്റോർ ചെയ്തു വെക്കുന്ന വലിയ സ്ഥലങ്ങളെ വെയർ ഹൗസസ് എന്ന് പറയുന്നു. ഫോർത്ത് വൺ, സ്റ്റോറേജ് ആൻഡ് സ്റ്റോർ അഡ്മിനിസ്ട്രേഷൻ. ഫിഫ്ത്ത് വൺ, ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയിലെ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള, അതായത് മാൻ, മെറ്റീരിയൽസ്, മണി ഇവയെല്ലാം ചേർന്നതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ്, സ്റ്റാൻഡേർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് വാല്യൂ അനാലിസിസ്. സെവൻത് വൺ, എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ട്രാഫിക് ഓർ ഷിപ്പിംഗ് ആൻഡ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്. അതുപോലെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രാപ്പിൻ്റെ ഡിസ്പോസൽ, അതുപോലെ സർപ്ലസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഡിസ്പോസൽ, ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ ഡിസ്പോസൽ. ഇവയെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ്
മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ഇതോട് ബന്ധിപ്പിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് it should be noted that the required materials are purchased at the reasonable rates by making through survey of the market. മാർക്കറ്റ് സർവേക്ക് അനുസരിച്ച് റീസണബിൾ ആയ വിലയിൽ മാത്രമേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പാടൂ എന്ന കാര്യമാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഹാൻഡിൽ ചെയ്യാനുള്ളത്. ചെറിയ ഇൻഡസ്ട്രികളിലാണെങ്കിൽ ഇത് ചെയ്യുന്നത് വർക്ക് സൂപ്രണ്ടാണ്. പക്ഷെ വലിയ ഇൻഡസ്ട്രിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ മെറ്റീരിയൽ പർച്ചേസിങ്ങിന് വേണ്ടി ഉണ്ടായിരിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സപ്ലയർമാർ, അതുപോലെ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എന്നിവയെക്കുറിച്ച് ഉള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്, അതോടൊപ്പം പർച്ചേസ് ഓർഡറുകൾ പ്ലേസ് ചെയ്യുക, അതിനുവേണ്ടി അതിൻ്റെ ഫോളോ അപ്പ് എടുക്കുക, എല്ലാ പർച്ചേസുകൾക്കും റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇവയെല്ലാമാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്: മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അവൈലബിൾ ആൻഡ് റിലയബിൾ സപ്ലയേഴ്സ് ആൻഡ് price of materials. Also, to prepare and update list of materials required by different departments of the organization within a specified span of time. Also, place and follow up purchase orders. Fourth one, maintain records of all purchases. Fifth one, to make sure through inspection that right kind of material has been purchased. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ശരിയായ മെറ്റീരിയൽസ് തന്നെയാണോ പർച്ചേസ് ചെയ്യുന്നത് എന്നത് ഇൻസ്പെക്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിഫ്ത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓൾസോ to act as a mediator between the vendors and different departments of the concern, such as production, quality control, finance, maintenance. ഒരു കമ്പനിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, QC, ഫിനാൻസ്, മെയിൻ്റനൻസ് തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവയിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന വെൻഡേഴ്സും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയി ആണ് ഒരു കമ്പനിയിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഓൾസോ ടു ചെക്ക് ഇഫ് ദ മെറ്റീരിയൽ ഹാസ് ബീൻ പർച്ചേസ്ഡ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് അറ്റ് ഇക്കണോമിക്കൽ റേറ്റ്സ്. മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ശരിയായ സമയത്തും അതുപോലെ ന്യായമായ വിലയിലുമാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. ടു കീപ് an uninterrupted supply of materials so that production continues with least capital tied in inventories. പ്രൊഡക്ഷൻ്റെ സമയത്ത് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിന് ഒരു ഇൻ്ററപ്ഷനും വരുത്താതെ ശ്രദ്ധിക്കുക എന്നതാണ് നെക്സ്റ്റ് ഫങ്ഷൻ. ടു പ്രിപ്പയർ പർച്ചേസിംഗ് ബഡ്ജറ്റ്.
അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിലേക്ക് എത്രത്തോളം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്നതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. To ensure that prompt payments are made to the suppliers in the interest of good public relations. ഈ 10 ഫങ്ഷൻസ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് പർച്ചേസിംഗ് ഓർ ബൈയിങ് ടെക്നിക്സ്. പർച്ചേസിംഗ് ചെയ്യാൻ വേണ്ടി പല കമ്പനികളും പല മെത്തേഡുകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ 7 മെത്തേഡുകൾ അല്ലെങ്കിൽ ബൈയിങ് ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പർച്ചേസിംഗ് ബൈ റിക്വയർമെൻറ്റ്. സെക്കൻഡ്, പർച്ചേസിംഗ് ഫോർ എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. തേർഡ്, മാർക്കറ്റ് പർച്ചേസിംഗ്. ഫോർത്ത് വൺ, സ്പെക്യുലേറ്റീവ് പർച്ചേസിംഗ്. ഫിഫ്ത്ത് വൺ, കോൺട്രാക്ട് പർച്ചേസിംഗ്. Sixth one, central purchase organization. And last one, through Directorate General of Supplies and Disposal. ഈ 7 മെത്തേഡുകളാണ് പർച്ചേസിങ്ങിന് വേണ്ടി പല കമ്പനികളും ഉപയോഗിക്കുന്നത്. ഇതിനെ തന്നെയാണ് ബൈയിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ, പർച്ചേസിംഗ് ബൈ റിക്വയർമെൻറ്റ്സ്. ഈ ഒരു മെത്തേഡിൽ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ജോബ് നടക്കുന്നതിനോട് ഒപ്പമാണ്. ദാറ്റ് ഈസ്, ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഫോർ എനി പർട്ടിക്കുലർ ജോബ് ആർ പർച്ചേസ്ഡ് വെൻ ദ ജോബ് ഈസ് ഇൻ ഹാൻഡ്. ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിട്ടുള്ള ഇൻഡസ്ട്രീസിനാണ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ദ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വിൽ നോട്ട് അഫക്റ്റ് ആസ് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് റേറ്റ്സ്. മാർക്കറ്റ് റേറ്റുകൾ, നിലവിലുള്ള മാർക്കറ്റ് റേറ്റിനനുസരിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് കാരണം തന്നെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വലിയ രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓൾസോ സ്മോൾ സ്റ്റോറേജ് സ്പേസ് വിൽ ബി റിക്വയർഡ് ആൻഡ് ലെസ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. അതോടൊപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, കുറവായിരിക്കും. ഓൾസോ സഡൻ ഡിമാൻഡ്സ് കനോട്ട് ബി മെറ്റ്. പെട്ടെന്നുള്ള മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഓൾസോ ബാർഗെയിനിങ് കനോട്ട് ബി ഡൺ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് ഫോർ എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. ഈ മെത്തേഡിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്യൂച്ചർ പീരീഡ്, ടൈം പീരീഡിന് വേണ്ടിയിട്ടാണ്. അതായത് ഉദാഹരണത്തിന് 6 മാസത്തേക്ക് വേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വേണ്ട മെറ്റീരിയൽസ് എന്നിവ പർച്ചേസ് ചെയ്തു വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പ്രൊഡക്ഷൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ഫോർ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ആസ് ദ ഓർഡർ ഈസ് റിസീവ്ഡ്, പ്രൊഡക്ഷൻ can at once be started. ഓർഡർ റിസീവ് ചെയ്താൽ ഉടൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് എഫക്റ്റ് ചെയ്യില്ല. ഓൾസോ ദ ഇൻവോൾവ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ലെസ് സ്റ്റോറേജ് സ്പേസ് ഈസ് നീഡഡ്.
കോസ്റ്റ് അനാലിസിസ് ഈസ് ബെറ്റർ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കനോട്ട് ബി അഡോപ്റ്റഡ് ഫോർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. തേർഡ് type of buying technique is market purchasing. പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്നത്, മാർക്കറ്റിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്നത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. The raw materials are generally purchased on this basis. When raw materials are available at low price, they are collected in bulk quantities. റോ മെറ്റീരിയൽസിന് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവ ഒന്നിച്ച് വാങ്ങി സൂക്ഷിക്കുന്നതാണ് മാർക്കറ്റ് പർച്ചേസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പർച്ചേസിങ് ചെയ്യുന്നത് വലിയ ഓർഡറുകളിലായ കാരണം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ പ്രൊഡക്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. ഓൾസോ ബാർഗെയിനിങ് പവർ വിൽ ബി മോർ ഡ്യൂ ടു ബൾക്ക് പർച്ചേസസ്. ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നത് കാരണം തന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാർജ് സ്പേസ് ഈസ് റിക്വയർഡ്. ഓൾസോ ഇഫ് ദ മാർക്കറ്റ് ടോപ്പിൾസ് ദർ വിൽ ബി എ ബിഗ് ലോസ്. മാർക്കറ്റിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് വേണ്ടത്ര മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. Also, capital requirement is more. Fourth type is speculative purchasing. Next type of purchasing is speculative purchasing. Speculative purchasing എന്ന് പറയുന്നത്, here the purchases are made not according to the requirement, but they are made with a view that there will be a greater demand for the product in future. ഈ ഒരു മെത്തേഡിൽ സ്പെക്കുലേഷൻ അനുസരിച്ച്, അതായത് മുൻകൂട്ടി കാണുന്നതിനനുസരിച്ച് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഫ്യൂച്ചറിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും എന്നത് സ്പെക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആക്ച്വൽ റിക്വയർമെൻറ്റ്സിൽ അധികമായാണ് റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡ് അല്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് വിൽ ബി മോർ ഇഫ് ദ ഡിമാൻഡ് ഇൻക്രീസസ്. ഓൾസോ പ്രൊഡക്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. Disadvantages: more capital is required, more storage is required, and the main disadvantage is if speculation goes wrong, then the profit on the finished product is reduced. സ്പെക്കുലേഷനിൽ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ട് വാങ്ങി വെക്കുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഇതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പർച്ചേസിംഗ് ഈസ് കോൺട്രാക്ട് പർച്ചേസിംഗ്. ഹിയർ കോൺട്രാക്ട്സ് ആർ ഗിവൺ ടു സപ്ലയേഴ്സ് ഫോർ ലാർജ് എമൗണ്ട്സ് ഓഫ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഫോർ എ സർട്ടൈൻ പീരീഡ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് സപ്ലയറുമായി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്റ്റ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു നിശ്ചിത ടൈം പീരീഡിൽ സപ്ലയർ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നു.
ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് പ്രധാന അഡ്വാൻറ്റേജ്. ഓൾസോ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് മെറ്റീരിയൽസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ വിലയെ ബാധിക്കുന്നില്ല. ഓൾസോ നോ ടൈം ഈസ് നീഡഡ് ടു ബി വേസ്റ്റഡ് ഇൻ കോളിംഗ് quotations ആൻഡ് ഫൈനലൈസിങ് ദ പർച്ചേസസ്. ഒരു സപ്ലയറുമായി തന്നെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് കാരണം വേറെ കൊട്ടേഷൻ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾസോ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കോൺട്രാക്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രൈസ് റേറ്റ്. മെറ്റീരിയൽസിൻ്റെ വിലയിൽ ഈ കോൺട്രാക്റ്റ് കാലയളവിനുള്ളിൽ തന്നെ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അഥവാ വിലയിൽ അത് മാറിയാൽ തന്നെ മാനുഫാക്ചററെ അത് ബാധിക്കുന്നില്ല. The purchase department is relieved from the routine work. Disadvantages എന്ന് പറയുന്നത് the supply may not be regular as it is out of control of production department. Next type of buying technique is central purchase organization. ഇവിടെ ഒരു പർച്ചേസ് ഓർഗനൈസേഷൻ, അതായത് സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ വഴിയാണ് ഒരു കമ്പനിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമുള്ള പർച്ചേസിങ് നടക്കുന്നത്. ഇത് ചെയ്യുന്നത് തന്നെ ദ മാർജിൻ ഓഫ് മിഡിൽ മാൻ അല്ലെങ്കിൽ ഇടനിലക്കാരൻ്റെ മാർജിൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ടു അവോയ്ഡ് ദ മാർജിൻ ഓഫ് മിഡിൽ മാൻ, സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ മേക്സ് ഡയറക്റ്റ് ഡീലിംഗ്സ് വിത്ത് ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ മെറ്റീരിയൽ ടു സെക്ഷൻ വൈസ് സ്റ്റോഴ്സ്. ഇവിടെ സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ നേരിട്ട് മാനുഫാക്ചറുമായി ഡീൽ ചെയ്ത് ഓരോ സെക്ഷൻ വൈസ് സ്റ്റോറുകളിലേക്കും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഇടനിലക്കാരൻ്റെ മാർജിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എ സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് ചെക്ക് ഈസ് പോസിബിൾ. Also, it can have direct dealings with the manufacturer and can get things as per specifications. When the central stores makes a purchase, it is on a large scale. Naturally, it can obtain a good bargain and the things will be disadvantage എന്ന് പറയുന്നത് there may be a delay in getting materials from the central store to the sectional stores. Next type of buying technique is through Directorate General of Supplies and Disposal. ഗവൺമെൻറ് ഓർഗനൈസേഷൻ പോലുള്ള ഓർഗനൈസേഷൻസ് പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. ഇത് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഓർഗനൈസേഷനുമായി കോൺട്രാക്റ്റിൽ വന്നിട്ട് ആ കോൺട്രാക്റ്റിനനുസരിച്ച് ഗവൺമെൻറ് ഓർഗനൈസേഷനിലേക്ക് ഓരോ വർഷവും നിശ്ചിത തുകയ്ക്കനുസരിച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നു. ഇവിടെ സപ്ലയേഴ്സ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പർച്ചേസേഴ്സിന്
വേണ്ടി ഇതേ മെറ്റീരിയൽ ഇതിലും കുറഞ്ഞ റേറ്റിൽ സപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊരു ക്ലോസ് ഇതിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നോർമലി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു ടൈപ്പ് ബൈയിങ് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നത്.